SIR അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, അതായത് വോട്ടർ പട്ടികയുടെ പരിഷ്കരണം, ഇത് കുറേ ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാണ്. വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ പരിഷ്കരണം നടന്നത് 2002-ലാണ്. ആ പട്ടികയെ ആസ്പദമാക്കിയാണ് 2026 പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടത്. പുതിയ വോട്ടർ പട്ടിക പരിഷ്കരിക്കുക എന്നതിൻ്റെ അർത്ഥം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നുകൂടിയാണ്. അതായത് യോഗ്യതയില്ലാത്തവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക, യോഗ്യതയുണ്ടായിട്ടും പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുക, മരിച്ചവര്, സ്ഥലം മാറിപ്പോയവര്, ഒന്നിലധികം പട്ടികയിൽ ഇടം പിടിച്ചവര്, പൗരന്മാരല്ലാത്തവര്, ഇവരൊക്കെ പട്ടികയിൽ നിന്ന് നീക്കപ്പെടേണ്ടവർ തന്നെയാണ്. അതേസമയം പല കാരണങ്ങളാൽ യോഗ്യരായിട്ടും പട്ടികയിൽ സ്ഥാനമില്ലാത്ത ആൾക്കാരുണ്ട്. അവരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടിക പരിഷ്കരിക്കുന്നത്. പുതിയ പട്ടികയിൽ ഇടം പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശിച്ചിട്ടുള്ള 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കി നൽകേണ്ടത് ആവശ്യമാണ്. അത് വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കുമൊക്കെ തിടുക്കത്തിൽ ചെയ്യാവുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പരിഷ്കരണത്തിൻ്റെ സമയം നീട്ടിക്കൊടുക്കണം എന്ന് രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെടുന്നത്. വോട്ടർ പട്ടികയുടെ പരിഷ്കരണം പട്ടിക കൃത്യമാക്കാനും പൂർണ്ണമാക്കാനും കാലികമാക്കാനും വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് ലെവൽ ഓഫീസർമാരാണ് ഈ രേഖകൾ പരിശോധിക്കുകയും മേൽഘടകങ്ങളിലേക്ക് അത് നൽകുകയും ചെയ്യേണ്ടത്. കേരളത്തിലെ കാര്യമെടുത്താൽ 2.5 ലക്ഷത്തോളം വോട്ടർമാരാണ് നമുക്കുള്ളത്. ഇതിൽ 37 ലക്ഷം പേർക്ക് പുതിയ പട്ടികയിൽ ഇടമില്ല എന്നുള്ളതാണ് സത്യം. അവരെ നോട്ടീസ് പ്രകാരം അറിയിക്കേണ്ടതാണ്. എന്നാൽ ഇതിനോടകം 19 ലക്ഷത്തിലധികം ആൾക്കാർക്ക് മാത്രമേ നോട്ടീസ് അയക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിനർത്ഥം ബാക്കിയുള്ളവര് വോട്ടവകാശം നഷ്ടപ്പെട്ടവരായി മാറുമെന്നാണ്. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല. വോട്ടെടുപ്പാണ് ജനാധിപത്യത്തിന്റെ ആത്മാവ്. ഇവിടെ ഉയരുന്ന മറ്റൊരു ആക്ഷേപം ചില വിഭാഗങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിടുക്കത്തിൽ SIR തയ്യാറാക്കുന്നത് എന്നാണ്. അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതല്ല.